വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. 5 പേരും ഇപ്പോഴും മണ്ണിലടിയിൽ എന്ന് തന്നെയാണ് സൂചന. അപകടത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് 3 മരണമാണ്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് സന്ദർശിച്ചേക്കും. ഹെലികോപ്റ്ററിലാണ് അവിടേക്ക് എത്തുക മുഖ്യമന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് തെരച്ചിൽ സുഗമമാക്കുന്നതിന് വേണ്ട നടപടികൾ അവിടെ നടക്കുമ്പോഴും ഈ മണ്ണ് കൂട്ടിയിട്ട സംഭവത്തിൽ ഉള്ള വീഴ്ച, അതിൻ്റെ ഉത്തരവാദിത്തം ആരിലേക്കാണ് എന്നതാണ് പ്രധാനമായും ഒരു ചർച്ചയായി തുടരുന്നത്. ഇപ്പോൾ സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അജിംഷാദ്, ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 5 പേരാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ള കാര്യം അല്പം മുമ്പ് ജില്ലാ കളക്ടർ മേഘശ്രീ വീണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം മറ്റ് പ്രദേശവാസികൾ ആരെങ്കിലും കാണാതായവരുണ്ടോ, മണ്ണിന് അടിയിൽ കുടുങ്ങിയവരുണ്ടോ എന്നുള്ള സംശയം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് കൃത്യമായി അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. പ്രദേശവാസികളായ ആരും തന്നെ കാണാതായവരിലില്ല. മാത്രമല്ല ഈ 5 പേർ ഉള്ളത് അവർ ഈ അതിഥി തൊഴിലാളികളാണ്. അവരെ കണ്ടെത്താനുള്ള അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. 4 സോണുകളായി തിരിച്ചുകൊണ്ട് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ തിരച്ചിൽ ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നത്. ഈ പാലത്തിൻ്റെ ഭാഗത്തുള്ള മീനാക്ഷി പാലത്തിൻ്റെ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് റോഡിൻ്റെ 2 ഭാഗങ്ങളിലായുള്ള മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. ഏതാണ്ട് ഈ റോഡിലുള്ള മണ്ണ് പ്രധാനമായും നീക്കം ചെയ്ത് ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതേസമയം തന്നെ മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും ഇവിടെ തന്നെയുണ്ട്. അവർ അല്പസമയം മുമ്പ് എത്തി ഇപ്പോൾ ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ ഈ നിർമ്മാണ കമ്പനിയുടെ അധികൃതർ, അതിൻ്റെ ജനറൽ മാനേജർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് നിർമ്മാണ കമ്പനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഈ അതായത് മണ്ണിടിച്ചിൽ ഉണ്ടായത് വനമേഖലയിൽ നിന്നാണ്. മണ്ണ് കൂട്ടിയിട്ട ഭാഗത്തല്ല. അപകടം നടന്ന സ്ഥലത്തെ മണ്ണ് നേരത്തെ തന്നെ മാറ്റിയതാണ്. അവിടെ നിന്ന് സന്തോഷം ഞാൻ അതിലേക്ക് എത്താം. ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പനി പറയുന്നത് എന്താണ്, ജനറൽ മാനേജർ എന്താണ് പറഞ്ഞതെന്ന് കേട്ടതിന് ശേഷം ഞാൻ സന്തോഷിലേക്ക് തിരികെ എത്താം. ഇത് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണാം, അത് ഓൾറെഡി നെയിൽഡ് ആണ്, കംപ്ലീറ്റ് ഷോർട്ട് പിക്ചർഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പുറകുവശത്തെ ബൗണ്ടറിയിൽ അവിടെ മണ്ണൊന്നും സ്റ്റോക്കില്ല. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ എവിടെയെങ്കിലും മണ്ണ് കാണുന്നുണ്ടോ? അല്ല, ഒരു മിനിറ്റ് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽ ഭാഗം ലാൻഡ് ആക്ച്വലി ബിലോങ്സ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ലാൻഡിൽ നമുക്കൊന്നും ചെയ്യാനുള്ള അവകാശമില്ല. അവിടം വരെ എക്സ്ട്രീം ബൗണ്ടറിയാണ്. അവിടം വരെ നമ്മൾ ഓൾറെഡി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച സ്ഥലമാണ്. ഇതാണ്, അതായത് കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വീഴ്ചയില്ല എന്ന് പറയുന്നു. കാരണം അത്രയേറെ ഒലിച്ചെത്തി അപകടം ഉണ്ടാക്കേണ്ട മൺകൂന അവിടെ ഇല്ലായിരുന്നു എന്ന് ഫോട്ടോ അദ്ദേഹം കാണിച്ചതാണ്. അദ്ദേഹം കാണിച്ചൊരു മുൻപുള്ളൊരു ഫോട്ടോ ആണ് അദ്ദേഹം കാണിക്കുന്നത് മൊബൈലിൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത? കമ്പനിക്ക് വീഴ്ചയില്ല, പിന്നെ ആരുടെ വീഴ്ചയാണിത്? വനം വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അജിംഷാദ്, കമ്പനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിനായാണ് അദ്ദേഹം ഈ അപകടം നടക്കുന്നതിന് മുൻപുള്ള ഒരു ഫോട്ടോ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രദർശിപ്പിച്ചത്. ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് അദ്ദേഹം ആ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരണം നടത്തിയത്. മാത്രമല്ല, സർക്കാരിന് ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയാണ് ഉള്ളത് എന്നുള്ളതാണ് കമ്പനി പറയാതെ പറയുന്നത്. സർക്കാരിന് ആ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉത്തരമായി കമ്പനി അധികൃതർ നേരത്തെ ജനറൽ മാനേജർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം, ഏതാണ്ട് ഈ ഇവിടെ നിന്നും 12 മീറ്റർ അപ്പുറത്ത് വനമേഖലയിൽ നിന്നാണ് മണ്ണിടിഞ്ഞതെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമെല്ലാം പറയുന്നത് മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഈ കമ്പനിയെ പഴിചാരുന്നു, മന്ത്രിമാർ കമ്പനിയെ പഴിചാരുന്നു. അതേസമയം തന്നെ കമ്പനി ആകട്ടെ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഇത് വനമേഖലയിൽ
ഉണ്ടായ മണ്ണിടിച്ചിലാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ നേരത്തെ എല്ലാം ആരോപിക്കപ്പെട്ടതുപോലെ ഒരു ഏകോപനക്കുറവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബൃഹത് പദ്ധതി നടക്കുന്ന സമയത്ത് അവിടെ അടിക്കടി സന്ദർശനം നടത്തുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഏകോപനം നടത്തുകയും പ്രത്യേകിച്ച് മഴക്കാലം, കേരളത്തിലെ മഴക്കാലം നമുക്കറിയാം, വയനാട് പോലെയുള്ള സ്ഥലത്ത് അത്തരത്തിലുള്ള മഴയുണ്ടാകുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി ആ കാര്യങ്ങൾ കൂടി പറയാതെ പോകുന്നതിലും കാര്യമില്ല. കാരണം നേരത്തെ ആദ്യം ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനാണ് ആദ്യ മണിക്കൂറുകളിൽ പ്രാധാന്യം നൽകേണ്ടത്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മാറ്റിവെച്ച്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ കൂടി തുറന്നു കാട്ടി ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ആ രീതിയിൽ പരിശോധിക്കുമ്പോഴാണ് അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ശാസ്ത്രീയ പരിശോധനകളെല്ലാം ആവശ്യമായി വരും. എങ്ങനെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ പരിശോധന ആവശ്യമായി വരും. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഉദ്യോഗസ്ഥരും മറ്റ് മന്ത്രിമാരും എല്ലാമായി കൂടിക്കാഴ്ചയും അവലോകന യോഗവും ചേരുന്നുണ്ട് ാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇവിടെ മഴ പെയ്യുന്ന, തുടർച്ചയായി മഴ മാറി നിൽക്കാതെ തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും ഈ ദൗത്യത്തിന് തടസ്സമായി കനത്ത മഴ കൂടി മാറുന്നുണ്ട്. എങ്കിലും ദൗത്യം നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോഴും മണ്ണ് മാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ടിപ്പറുകൾ, ലോറികളും ഈ സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംഷ, തീർച്ചയായും തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. മാത്രമല്ല, ഇതിൽ മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്ന് സർക്കാർ തന്നെ, മന്ത്രിമാർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് ഇത് ആരുടെ വീഴ്ചയാണെന്നുള്ളതാണ്. കമ്പനി അധികൃതർ പറയുന്നു തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല, വനമേഖലയിൽ നിന്നുള്ള മണ്ണ ഒലിപ്പാണ് ഉണ്ടായതെന്ന്. പിന്നീട് എന്തിനാണ് ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമെന്ന് സർക്കാർ പറഞ്ഞത്, സർക്കാരിൻ്റെ ഭാഗവാക്കായ മന്ത്രിമാർ പറഞ്ഞതെന്ന ചോദ്യം ബാക്കിയാകുന്നു. മാത്രമല്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കമ്പനിയുടെ തലയിൽ വെക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പരാജയമുണ്ട്. കാരണം ജനങ്ങളുടെ സുരക്ഷയും നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണ്ട ആസൂത്രണം, ഏകോപനം ഒന്നും നടത്താത്തതിൻ്റെ വീഴ്ച തീർച്ചയായും സർക്കാരിൽ തന്നെയാണ് ഒന്നാമതായി വെക്കുന്നത്. കാരണം ലയബിലിറ്റി എപ്പോഴും ജനങ്ങളോട് സർക്കാരിനാണ് ഒന്നാമത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ മൂർത്തമായി നിൽക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 2, തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ്. ഈ തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 5 പേരെയാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ മറ്റ് നാട്ടുകാരോ വിനോദസഞ്ചാരികളുടെ ഒന്നും കാണാതായ ലിസ്റ്റ് ഇതുവരെ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 5 പേർ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്, അല്ലേ സന്തോഷ്? 3 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു, അല്ലേ? അതായത് നേരത്തെ കളക്ടർ അവിടെ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് തിരിച്ചെത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പ്രദേശവാസികളോ നാട്ടുകാരോ ആരും തന്നെ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, ആരും കാണാതായതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. അതിവിടെയുള്ള എല്ലാ വീടുകളിലും മറ്റുമെല്ലാം തന്നെ അന്വേഷിച്ച് പരിശോധന നടത്തി കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം അതിനുശേഷമാണ് കളക്ടർ നൽകിയത്. 5 പേർ, ഈ ജോലിക്കാരായ അതിഥി തൊഴിലാളികളായ 5 പേരാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവർ സ്വാഭാവികമായും ഇടിഞ്ഞു വീണ മണ്ണിൻ്റെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പ്രദേശത്തുള്ള അപകടം നടന്ന സ്ഥലത്തുള്ള വീടുകളിലുള്ള ആളുകളെ, ഏതാണ്ട് 76ഓളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. അതുകൊണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് വയനാട് ജില്ലയുള്ളത്. അജിംഷ.